നമ്മൾ ഒരു നഴ്സിംഗ് എടുക്കുന്ന സമയത്ത് നമ്മളെ കരിയറിനാണല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നത് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ എന്താ വെച്ചാൽ കോളേജ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അതായത് നഴ്സിംഗിന്റെ കോളേജ് ചൂസ് ചെയ്യുന്നത് അവിടെ എത്ര പ്രോഗ്രാം ഉണ്ട് നോക്കിയിട്ട് ആ വർഷത്തിൽ സൂപ്പർ പ്രോഗ്രാം ഉണ്ടാ, പിന്നെ അത് അടിപൊളി കോളേജാണ്. ജോർജിയ യൂറോപ്യൻ യൂണിയൻ അല്ല, ഷെങ്കൻ അല്ല, പക്ഷെ നാറ്റോ അല്ല. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടിനേക്കാൾ സൂപ്പർ ആയിരിക്കും ജോർജിയൊക്കെ. ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബോണസ് ആണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടിയെ കൊടുക്കണം. നഴ്സിംഗ് നമ്മൾ നോക്കേണ്ടത് ശരിക്കും നമ്മുടെ ക്ലിനിക്കൽസ് എത്രമാത്രം കിട്ടുന്നത്, നമ്മളെ സർട്ടിഫിക്കറ്റിന് എത്രമാത്രം വാല്യൂ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എത്രമാത്രം കരിയർ ഉണ്ട് എന്നല്ലേ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റിയാസ് ബ്രോ, അപ്പോൾ നമ്മൾ ജോർജിയയിലും അൽബേനിയയിലും ബൾഗേറിയയിലും നഴ്സിംഗ് പഠിക്കുന്നത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും എന്താണ് റിയാസ് ബ്രോയുടെ ഒരു അഭിപ്രായം? ശരിക്കേ ഈ ജോർജിയ, അൽബേനിയ, ബൾഗേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും ഡിഫറെന്റ് കൺട്രീസ് ആണ്. അപ്പോൾ ഈ മൂന്ന് കൺട്രീസിൽ നഴ്സിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ട്. അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൺട്രി വൈസ് ഡിഫറൻസുകൾ ഉണ്ട്, യൂണിവേഴ്സിറ്റി വൈസ് ഡിഫറൻസുകൾ ഉണ്ട്, കോഴ്സ് വൈസ് ഡിഫറൻസുകൾ ഉണ്ട്, അപ്പോൾ റീജിയണൽ വൈസ് ഡിഫറൻസുകൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നും 1 by 1 ആയിട്ട് പറയുകയാണെങ്കിലാണ് നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു കാര്യം ചെയ്യും, 1 by 1 ആയിട്ട് എന്നോട് ചോദിക്കും, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് കൺട്രി വൈസ് എടുക്കുമ്പോഴത്തേക്കിനും എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ ശരിക്കും കൺട്രി വൈസ് നോക്കുന്ന സമയത്ത് അൽബേനിയ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യൂറോപ്യൻ കൺട്രി ആണെന്നാണ് നമ്മൾ പൊതുവെ കേട്ടേക്കുന്നത്. ശരിക്കും അൽബേനിയ ഒരു യൂറോപ്യൻ റീജിയനിലുള്ള കൺട്രിയാണ്, എന്നാൽ ഒരു യൂറോപ്യൻ യൂണിയൻ മെമ്പർ അല്ല, അതേപോലെ തന്നെ ഒരു ഷെങ്കൻ കൺട്രി അല്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിൽ പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പൊതുവെ ആലോചിക്കുന്നത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈസി ആയിട്ട് പോകാനും അവിടെ വർക്ക് ചെയ്യാനും പറ്റും എന്നുള്ള രീതിയിലാണ്. പക്ഷെ അൽബേനിയയിൽ ഇത് പറ്റൂല. കാരണം എന്താ വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ കൺട്രി അല്ല, ഷെങ്കൻ കൺട്രി അല്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽബേനിയ ഒരു നാറ്റോ കൺട്രി ആണ് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ജോർജിയ നോക്കുന്ന സമയത്ത് ജോർജിയ യൂറോപ്യൻ യൂണിയൻ അല്ല, ഷെങ്കൻ അല്ല, പക്ഷെ നാറ്റോ അല്ല. ജോർജിയയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബിലിറ്റിയുടെ, അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി വർക്ക് ചെയ്യുക എന്നുള്ളത് നോർമൽ ഇന്ത്യയിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും, ജോർജിയയിലാണെങ്കിൽ അൽബേനിയ. ഇനി ബൾഗേറിയ നോക്കുന്ന സമയത്ത് ബൾഗേറിയ ഒരു യൂറോപ്യൻ യൂണിയൻ കൺട്രിയാണ്, ഷെങ്കൻ കൺട്രിയാണ്, അതേപോലെ തന്നെ നാറ്റോ കൺട്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ബൾഗേറിയ പഠിച്ചു കഴിഞ്ഞാൽ മറ്റ് യൂറോപ്യൻ യൂണിയനിലേക്ക് പോകാൻ എളുപ്പമുണ്ട്. അപ്പൊ നമ്മൾ കോഴ്സ് വൈസ് കമ്പയർ ചെയ്യുമ്പോഴോ? കോഴ്സ് ശരിക്കും അൽബേനിയയിൽ ശരിക്കും 3 ഇയേഴ്സിന്റെ കോഴ്സാണ്. അതായത് 180 ക്രെഡിറ്റ്. നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളിലെല്ലാം ECTS സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ECTS പ്രകാരം ഒരു വർഷം 60 ക്രെഡിറ്റ് ഉണ്ടാവും. അപ്പോൾ 3 വർഷത്തേക്കുള്ള കോഴ്സ് ആകുമ്പോൾ 180 ക്രെഡിറ്റ് ആണ് അൽബേനിയയിൽ. അപ്പോൾ ഈ 180 ക്രെഡിറ്റിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ അധിക രാജ്യത്തും 240 ക്രെഡിറ്റ്, അതായത് 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അൽബേനിയയിൽ 3 വർഷത്തെ കോഴ്സ് ആകുന്ന സമയത്ത് ഈ 240 ക്രെഡിറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ അൽബേനിയയിൽ പഠിച്ചു പോകുമ്പോൾ നമ്മൾ അൽബേനിയയിൽ ഡിഗ്രിയും അവിടുത്തെ ഡിഗ്രിയും ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ഇക്വേറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 1 ഇയർ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അവിടെ ക്ലിനിക്കൽസ് ചെയ്യണം, അതല്ലെങ്കിൽ അവർ കോമ്പൻസേറ്റീവ് എക്സാമോ അല്ല അതിനുള്ള കാര്യങ്ങളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെന്ന് വെച്ചാൽ ജോർജിയന്റെ കാര്യം നോക്കുന്ന സമയത്ത് ജോർജിയയിൽ 240 ക്രെഡിറ്റ് ആണ്, അതായത് 4 വർഷത്തെ കോഴ്സാണ്, 240 ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ അൽബേനിയനേക്കാളും കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇനിയിപ്പം യൂറോപ്യൻ യൂണിയനിലെ 3 ഇയേഴ്സ് എഡ്യൂക്കേഷനുള്ള രാജ്യങ്ങളുണ്ട്, ഈ ജർമ്മനി, ഇറ്റലി ഒക്കെ പോലുള്ള, അവിടത്തേക്ക് പോകാൻ അൽബേനിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും അതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ടേക്ക് പറയാം. ഇനി ബൾഗേറിയ നോക്കുന്ന സമയത്ത് ബൾഗേറിയ 240 ക്രെഡിറ്റ് ആണ്, ജോർജിയ പോലെ തന്നെ 4 വർഷത്തെ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് എഡ്യൂക്കേഷൻ ആണ്. കാരണം ബൾഗേറിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ യൂണിയന്റെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ പ്രശ്നമില്ല, കാരണം ഷെങ്കൻ രാജ്യമാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 240 ക്രെഡിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തേക്ക്, അതായത് മറ്റേത് യൂറോപ്യൻ കൺട്രീസിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പ്രയാസമില്ല. അപ്പൊ കോഴ്സ് വൈസ് നോക്കുന്ന സമയത്തും ഇതാണ് ഡിഫറൻസ്. അൽബേനിയ 3 ഇയേഴ്സ്, ജോർജിയ 4 ഇയേഴ്സ്, ബൾഗേറിയ 4 ഇയേഴ്സ് യൂറോപ്യൻ ഡിഗ്രി. ഈ രാജ്യങ്ങളിലൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, പിന്നെ അവിടെയുള്ള കുട്ടികളുടെ ഒപ്പീനിയൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഇന്റേൺഷിപ്പ് കമ്പയർ ചെയ്യുമ്പോഴോ? ഇന്റേൺഷിപ്പ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ അൽബേനിയയിൽ സ്പെസിഫിക്കലി നമ്മൾ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴ്സിന്റെ കൂടെ ഇത്ര വർഷത്തെ ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലില്ല. അതായത് 3 വർഷത്തെ കോഴ്സാണ്. ഈ 3 വർഷത്തെ കോഴ്സിൽ സെക്കൻഡ് ഇയർ ഒക്കെ ആകുന്ന സമയത്ത് അതിൽ തന്നെ 2-3 മാസം ഒരു സെമസ്റ്ററിൽ ക്ലിനിക്കൽസ് വരുന്ന പോലെ ഇന്റഗ്രേറ്റഡ് ആണ്. ജോർജിയയിലും ഇതുപോലെ തന്നെയാണ്. അതേ 4 വർഷത്തെ കോഴ്സാണ്. ഈ 4 വർഷത്തിൽ നമ്മൾ ഏകദേശം സെക്കൻഡ് ഇയർ ഫസ്റ്റ് സെം ആകുമ്പോഴേക്കും 1-2 മാസം വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ വർഷവും ഇങ്ങനെ മാസം കൂടി വരുന്ന രീതിയിൽ നമ്മുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും ഇന്റേൺഷിപ്പ് അതിന്റെ ഉള്ളിൽ വരുന്ന രീതിയിലാണ്. അതായത് ഇന്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. ബൾഗേറിയയിൽ നോക്കുന്ന സമയത്ത് ബൾഗേറിയയിൽ ശരിക്കും 3 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അൽബേനിയ അതേപോലെ തന്നെ ജോർജിയക്ക് ECTS ആണെങ്കിലും യൂറോപ്യൻ യൂണിയന്റെ ഡിറക്റ്റീവ് സ്റ്റാൻഡേർഡ് അല്ല ഫോളോ ചെയ്യുന്നത്. എന്നാൽ ബൾഗേറിയ എന്ന് പറയുന്നത് EU ഡിറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 3 വർഷത്തെ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ്, ഡെഡിക്കേറ്റഡ് ഇന്റേൺഷിപ്പ് ആണ്. ഫൈനൽ ഇയറിൽ 1600 മണിക്കൂർ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇപ്പൊ അൽബേനിയയിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ഇന്റേൺഷിപ്പ് ഉണ്ട്, ഇതും ബൾഗേറിയയിലുണ്ട്. അതായത് 1ാമത്തെ വർഷം മുതൽ 3ാമത്തെ വർഷം വരെ നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽസ് വരുന്നുണ്ട്. അത് ഫസ്റ്റ് ഇയർ മുതൽ സെക്കൻഡ് സെമസ്റ്റർ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 1140 മണിക്കൂർ നമുക്ക് ബൾഗേറിയയിൽ ഫസ്റ്റ് ടു 3rd ഇയർ വരെ
ക്ലിനിക്കൽസ് ഉണ്ട്, പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ട്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു EU ഡയറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ബ്രോ, അപ്പോൾ നമുക്ക് അവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷേഴ്സ് ഒക്കെ എങ്ങനെയാണ് ബ്രോയുടെ അഭിപ്രായത്തിൽ? ക്ലിനിക്കൽ എക്സ്പോഷർ അൽബേനിയ നോക്കുകയാണെങ്കിൽ ചെറിയ രാജ്യമാണ്, അവിടെ കുറച്ച് ഹോസ്പിറ്റൽസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലേഷനും കുറവാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡറേറ്റ് ക്ലിനിക്കൽസ് ആണ്. ജോർജിയ ഇതുപോലെ തന്നെയാണ്, ചെറിയ രാജ്യമാണ്, ഹോസ്പിറ്റൽസിന്റെ എണ്ണം കുറവാണ്, ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതുകൊണ്ട് ഒരു മോഡറേറ്റ് ക്ലിനിക്കൽസ് ആണ്. അതേ സമയത്ത് ബൾഗേറിയ നോക്കുന്ന സമയത്ത് ബൾഗേറിയ ചെറിയ രാജ്യമാണ്, അധികം പോപ്പുലേഷൻ ഇല്ല. എന്നാൽ ബൾഗേറിയയിൽ ഇപ്പോൾ സോഫിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് നഴ്സിംഗ് ഉള്ളൂ. ഇവിടുന്ന് വേണം എല്ലാ നഴ്സസും ബാക്കിയുള്ള ഇതിലേക്ക് പോകാൻ. അവിടുത്തെ ക്ലിനിക്കൽസ് എത്ര ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് അറിയാം. സംഭവം എന്താണെന്ന് വെച്ചാൽ അൽബേനിയയിലും ജോർജിയയിലും ക്ലിനിക്കൽസ് ഇല്ല എന്നല്ല, കുട്ടികൾക്ക് എല്ലാവർക്കും ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ക്ലിനിക്കൽസ് കിട്ടും. എന്നാലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്താണ്, നമ്മളിത് കമ്പയർ ചെയ്തിട്ടാണല്ലോ പറയുന്നത്. അതായത് ജോർജിയ ശരിക്കും നല്ല ക്ലിനിക്കൽസ് ഉള്ള രാജ്യമാണ്. പക്ഷെ നമ്മൾ ബൾഗേറിയയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും ബൾഗേറിയ ക്ലിനിക്കൽസിൽ ഭയങ്കര ഹൈ ആണ്. കാരണം അവർക്ക് ഫസ്റ്റ് ഇയറിൽ സെക്കൻഡ് സെമസ്റ്റർ തൊട്ട്, ഫസ്റ്റ് ഇയർ തൊട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്ലിനിക്കൽസ് ലാബുകൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് സെക്കൻഡ് സെമസ്റ്റർ മുതൽ അവർക്ക് ഹോസ്പിറ്റൽ റൊട്ടേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. പൊതുവെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഈ ബെഡ് മേക്കിങ്ങും ഗോസ് മേക്കിങ്ങും അതുപോലെ തന്നെ വൈറ്റൽ കളക്ഷൻ ഒക്കെ പോലുള്ള സാധനങ്ങൾ മാത്രമാണ് ചെയ്യുക. എന്നാൽ ബൾഗേറിയയിൽ ഫസ്റ്റ് ഇയർ മുതൽ IV, IM, പിന്നെ അതുപോലെ തന്നെ കെന്നുലേഷൻ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹാൻഡ്സ് ഓൺ ആയിട്ട് തന്നെ സെക്കൻഡ് സെമസ്റ്റർ മുതൽ അവർ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗിൽ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പം ബൾഗേറിയയും അൽബേനിയയും അതുപോലെ തന്നെ ജോർജിയയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയ കുറച്ചുകൂടെ ക്ലിനിക്കൽസ് കൂടുതലാണ്, മറ്റേത് തീരെ കുറവാണെന്നല്ല, കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഇവിടുത്തെ ലൈസൻസിങ് എക്സാമിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ ഒരു എക്സാം ഉണ്ടോ അതോ കോഴ്സിന്റെ ഭാഗമാണോ? യെസ്, അതൊരു മെയിൻ ചോദ്യമാണ്. അതായത് പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണിത്. മെഡിസിൻ മാത്രമല്ല സാധാരണ ഈ ലൈസൻസിങ് എക്സാമിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുള്ളൂ. ഈ നഴ്സിംഗ് നമ്മൾ ആലോചിക്കാത്ത കാര്യം, കാരണം ഇന്ത്യയിലൊന്നും എന്തെങ്കിലും അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. ശരിക്ക് ഈ നഴ്സിംഗ് ലൈസൻസിങ് എക്സാം ഉണ്ട്. അതായത് നമ്മളിപ്പം അൽബേനിയയിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ അൽബേനിയയിലുള്ള സ്റ്റേറ്റ് രജിസ്ട്രേഷൻ എക്സാം പാസ്സാവണം. അതായത് അൽബേനിയൻ ലാംഗ്വേജിലുള്ള സ്റ്റേറ്റിന്റെ ലൈസൻസിങ് എക്സാം പാസ്സായാലേ നമുക്ക് അവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. എന്നിട്ടേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ബൾഗേറിയയിലും ജോർജിയയിലും നോക്കുന്ന സമയത്ത് ബൾഗേറിയയിൽ അവർ ഗ്രാജുവേറ്റ് ആയ ഉടനെ എന്ത് ചെയ്യും, അവർക്ക് ആ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ബൾഗേറിയയിൽ വർക്ക് ചെയ്യാം. ജോർജിയയിലാണെങ്കിൽ ജോർജിയയിൽ ഗ്രാജുവേറ്റ് ആയ ഉടനെ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിനിസ്റ്റർ ഓഫ് എംപ്ലോയ്മെന്റ് പോയിട്ട് രജിസ്റ്റർ ചെയ്ത് ഡയറക്റ്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യാം. എന്നാൽ അൽബേനിയയിൽ ശരിക്കും ലൈസൻസിങ് എക്സാം ഉണ്ട്, ബാക്കി 2 കൺട്രീസിലും ലൈസൻസിങ് എക്സാം ഇല്ല. അപ്പൊ ഇതൊരു വലിയ ഡിഫിക്കൽട്ടിയാണ്. കാരണം നമ്മൾ ഒരു രാജ്യത്തെ ലൈസൻസിങ് എക്സാം അവരുടെ ലാംഗ്വേജിൽ പാസ്സാവുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ലൈസൻസിങ് എക്സാം പാസ്സാവുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെല്ലാവരും പോകുന്നതിന്റെ മുന്നേ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ 3 രാജ്യത്തെ എക്സ്ചേഞ്ച് പ്രോഗ്രാംസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? എക്സ്ചേഞ്ച് പ്രോഗ്രാമേ, അതായത് ഇപ്പൊ അൽബേനിയയിൽ ഇറാസ്മസ് സ്കോളർഷിപ്പ് ഉണ്ട്, ഇറാസ്മസ് പ്ലസ് ഉണ്ട്. എന്നാൽ എന്താണെന്ന് വെച്ചാൽ അൽബേനിയ ഒരു EU കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ, അത് ഷെങ്കൻ കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഈസി ആയിട്ട് നമുക്ക് പോയിട്ട് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഇപ്പൊ ജോർജിയയിൽ നോക്കുന്ന സമയത്ത് ജോർജിയയിൽ ഇറാസ്മസ് പ്ലസ് ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ജർമ്മനിയിലേക്ക് പോയിട്ട് ഈ വെക്കേഷന്റെ സമയത്ത് ഇന്റേൺഷിപ്പ് ചെയ്യണം പറഞ്ഞാൽ നമുക്ക് വിസ കിട്ടണ്ടേ, വിസ കിട്ടണം. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാണ്, ഇത് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഈ രാജ്യങ്ങളിൽ ഇറാസ്മസിന്റെ ഈ മൊബിലിറ്റി, അത് നമുക്ക് ഈ വെക്കേഷന്റെ സമ്മർ സമയത്ത് 2 മാസം പോയിട്ട് വർക്ക് ചെയ്യുന്നത് പൊതുവെ പറ്റാറില്ല. എന്നാൽ ബൾഗേറിയ EU കൺട്രി ആയതുകൊണ്ടും ഷെങ്കൻ കൺട്രി ആയതുകൊണ്ടും ഇവർക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ്, സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും 2 മാസം, മിനിമം 2 മാസം, മാക്സിമം അവർക്ക് 9 മാസം വരെ എടുക്കാം. 2 മാസം എന്താണെന്ന് വെച്ചാൽ ഈ സമ്മർ വെക്കേഷന്റെ സമയത്ത് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, അയർലാൻഡ്, പിന്നെ അതേപോലെ തന്നെ പോളണ്ട്, എന്നറിയാലോ, മാൾട്ട, സാധാരണ കുട്ടികൾ പോകുന്നതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മാസത്തെ വെക്കേഷന്റെ സമയത്ത് ഇന്റേൺഷിപ്പിന് പോവാം. ഇന്റേൺഷിപ്പിന് പോകുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ഫുഡ്, അക്കോമഡേഷൻ, ട്രാവൽ, ഇതിന്റെ എല്ലാം എക്സ്പെൻസ് എറാസ്മസ് കവർ ചെയ്യും. അതായത് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് പോയിട്ട് ഇപ്പൊ നമുക്ക് ജർമ്മനിയിൽ പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടിയാന്ന് ഇരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഠിക്കുന്നതിന് ഇടയ്ക്ക് സെക്കൻഡ് ഇയർ മുതൽ എന്ത് ചെയ്യാം, ജർമ്മനിയിൽ 2 മാസം പോയി വർക്ക് ചെയ്യാം. ജർമ്മനി കണ്ട് അവിടുത്തെ സിസ്റ്റമൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവരെടുത്തോളും, ആര് ഇറാസ്മസ് എടുത്തോളും. നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, യൂറോപ്പ് ട്രാവൽ ചെയ്ത് ആ സ്ഥലവും കാണാം, പണിയും പഠിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഇത് പക്ഷേ ബൾഗേറിയയിൽ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ബൾഗേറിയയിൽ ഇത് പോസിബിൾ ആകാൻ കാരണം ബൾഗേറിയ ഒരു ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട്. ബാക്കി 2 കൺട്രീസിലും ഇറാസ്മസ് ഉണ്ടെങ്കിലും അവർ ഷെങ്കൻ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോയി ഇന്റേൺഷിപ്പ് ചെയ്യൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ ഇത് ഷെങ്കനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം സെക്കൻഡ് ഇയർ മുതൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടപ്പെടുന്ന രാജ്യത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം അവരിപ്പോൾ ജർമ്മനിയിലൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഭാഷ അറിഞ്ഞൂടല്ലോ. അപ്പോൾ സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസീജിയർ, അതായത് അവിടെയുള്ള യൂണിവേഴ്സിറ്റിനെ കണക്ട് ചെയ്യണം, അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകണം, ഇതൊക്കെ ഇല്ലേ, ഇതെല്ലാം ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്, കുട്ടികളൊന്നും അറിയണ്ട. അതായത് കുട്ടികൾക്ക് ഇന്ന് ജർമ്മനിയിലുള്ള ഇന്ന് യൂണിവേഴ്സിറ്റി പോകണം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ് ഇതെല്ലാം ടൈപ്പ് ചെയ്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പോകുന്ന സമയത്ത് അവർക്ക് ലോക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ ഭാഷ അറിയുന്നത്, അതായത് ജർമ്മൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും അറിയുന്ന ആളെ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ശരിക്കും ഷെങ്കനിൽ പഠിക്കുന്നതുകൊണ്ടുണ്ട്. ഈ 3 കൺട്രീസിലെ കരിയർ ഓപ്ഷൻസ് എന്താണ്? അവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടോ? നമുക്ക് അവിടെ നിന്ന് വേറെ എങ്ങോട്ടേലും മൂവ് ചെയ്യാവോ? അതോ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? അൽബേനിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് അൽബേനിയയിൽ സെറ്റിൽ ചെയ്യാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതർ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകണം.
അപ്പോൾ അൽബേനിയയിൽ പഠിച്ച അൽബേനിയയിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ അൽബേനിയയുടെ ലൈസൻസിങ് എക്സാം എഴുതണം. രണ്ടാമത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ജോബ് കിട്ടണം. മൂന്നാമത്തെ അത് കഴിഞ്ഞിട്ട് വർക്ക് പെർമിറ്റ് കിട്ടണം. എന്നിട്ട് വേണം അവിടെ സെറ്റിൽ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽബേനിയയിൽ പഠിച്ച് കഴിഞ്ഞു നമുക്ക് അടുത്തൊരു ജോബ് സെർച്ച് ചെയ്യാനുള്ള സമയം വേണ്ടേ. അപ്പോൾ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ലൈസൻസിങ് എക്സാം എന്ത് ചെയ്യണം, നമ്മൾ ക്ലിയർ ചെയ്യും വേണം. അപ്പോൾ എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അതർ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ജർമ്മനിയിലേക്ക് പോകണം. ജർമ്മനിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജർമ്മൻ ലാംഗ്വേജ് എക്സാം എഴുതണം. അതേപോലെ തന്നെ ജർമ്മന്റെ നമ്മൾ അൽബേനിയന്റെ ഡിഗ്രി ജർമ്മനിയിലേക്ക് കൊടുത്ത് അതിന്റെ ഇക്വലൻസി എടുത്ത് അതിന്റെ ഇക്വലൻസി എക്സാം ഉണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്ത് വേണം പോകാൻ. അപ്പോൾ ഈ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണമെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ശരിക്കും അൽബേനിയയിൽ പഠിച്ച അതർ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അൽബേനിയയുടെ ഡിഗ്രി 3 years ആണ്. ഈ 3 years ഡിഗ്രി വെച്ചിട്ട് 4 years ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അൽബേനിയയുടെ ഡിഗ്രിയും ഇന്ത്യയിലെ ഡിഗ്രി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് ഇക്വേറ്റ് ആവില്ല. കാരണം ഇന്ത്യയിൽ 4 years ആണ്, അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 years ആണ്. അപ്പോൾ ആ ഇക്വലൻസിയുടെ പ്രശ്നം വന്നു. അപ്പോൾ അൽബേനിയയിലെ ഡിഗ്രി വെച്ചിട്ട് ഒരിക്കലും ഇന്ത്യയിൽ ഒരു BSc നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ജർമ്മനിയിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്, പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനും മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള എഫേർട്ട് എക്സ്ട്രാ ഇടേണ്ടി വരും. എന്തായാലും അത് സമയം എടുക്കും. പിന്നെ പഠിച്ചിട്ട് അൽബേനിയ തന്നെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ലൈസൻസ് എക്സാം ക്ലിയർ ചെയ്യാനും വർക്ക് പെർമിറ്റ് എടുക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ കുട്ടികൾ നോക്കേണ്ടി വരും. ജോർജിയ നോക്കുകയാണെങ്കിൽ ജോർജിയയിൽ പഠിച്ചിട്ട് ഒന്നെങ്കിൽ ജോർജിയയിൽ വർക്ക് ചെയ്യാം. ലൈസൻസിങ് എക്സാം ഒന്നുമില്ല, നമ്മൾ ജോബ് കണ്ടെത്തണം എന്നുള്ള ഒരു കാര്യമുണ്ട്. വർക്ക് പെർമിറ്റ് എടുക്കണം എന്നുള്ളത് അതും കുറച്ച് ഡിഫിക്കൽട്ടാണ്. ജോർജിയയിൽ നഴ്സിംഗ് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ INCയുടെ അപ്രൂവൽ എടുക്കണം. അതിനെന്താണെന്ന് വെച്ചാൽ ജോർജിയയിലെ ഡിഗ്രി ഇന്ത്യയുടെ INCക്ക് അയച്ച് ഇക്വലൻസി എടുത്ത് നമുക്ക് ജോർജിയയിലെ ഡിഗ്രിയിലുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷനായിട്ട് ഇക്വേറ്റ് ആവുന്നുണ്ട് എന്ന് വെരിഫൈ ചെയ്യണം. ഇൻ കേസ് ക്ലിനിക്കൽസിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യമുണ്ട്. ഇനിയിപ്പോൾ അതല്ല ജോർജിയയിൽ കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ പോകണമെങ്കിൽ ഇവിടുന്നൊക്കെ കഴിയുന്ന പോലുള്ള സെയിം പ്രൊസീജിയറാണ്. ജർമ്മൻ ലാംഗ്വേജ് വേണം. അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് ബേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജർമ്മനിയിലേക്ക് പോകാൻ പറ്റും. കാരണം ജർമ്മനിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ജർമ്മനിയിലൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ അൽബേനിയ എന്നാണെങ്കിലും ജോർജിയ എന്നാണെങ്കിലും സെയിം പ്രൊസീജിയറാണ്. പഠിക്കുന്ന സമയത്ത് അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഇനിയിപ്പോൾ നമ്മൾ ബൾഗേറിയ നോക്കുന്ന സമയത്ത് ബൾഗേറിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ബൾഗേറിയയിൽ വർക്ക് ചെയ്യാം. ബൾഗേറിയയിൽ ഏകദേശം ഇന്നത്തെ ലാസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു കണക്കനുസരിച്ച് അവർ പറയുന്നത് 30,000 നഴ്സുമാരുടെ ഷോർട്ടേജ് ബൾഗേറിയയിൽ ഉണ്ടെന്നാണ്. 30,000 നഴ്സുമാരുടെ ഷോർട്ടേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോകാൻ പറ്റും. അപ്പോൾ ബൾഗേറിയന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും നഴ്സുമാർ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോഹൻ അറിയാലോ, ലാസ്റ്റ് ജോലികളും ഡോക്ടേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നഴ്സസിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ഒരു ജോബ് കണ്ടെത്താൻ വലിയ പണിയില്ല. ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ബൾഗേറിയന്റെ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ 9 മാസത്തെ സ്റ്റേ ബാക്ക്, അതായത് ജോബ് സീക്കർ വിസ എല്ലാ കുട്ടികൾക്കും കിട്ടും ഇവിടെ. കാരണം യൂറോപ്യൻ യൂണിയന്റെ പ്രോ എടുത്തിട്ടുണ്ടല്ലേ, അതെ. അതായത് 9 മാസത്തെ സ്റ്റേ ബാക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടും. ഈ 9 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ലാംഗ്വേജ് പക്കയാക്കി ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ഇവിടെ എന്ത് ചെയ്താൽ മതി, എംപ്ലോയ്മെന്റ് എടുത്താൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തന്നെ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് ബൾഗേറിയയിലുണ്ട്. ഇനിയിപ്പോൾ അതല്ല അതർ യൂറോപ്യൻ യൂണിയന്റെ കൺട്രീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ശരിക്കും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ബൾഗേറിയയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ചാലും വർക്ക് ചെയ്യാം. ഇവിടെ എത്രയും ഓപ്ഷൻസ് ഇല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 വർഷം കഴിഞ്ഞ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതർ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അതല്ല പഠിച്ച് കഴിഞ്ഞ പാട് മൈഗ്രേറ്റ് ചെയ്യണം, അതും പ്രശ്നമില്ല. കാരണം 9 മാസം ജോബ് സീക്കർ വിസ ഇല്ലേ, ഇത് വെച്ച് അതർ കൺട്രിയിൽ പോവാം. അവിടെ എന്ത് ചെയ്യാം, ലാംഗ്വേജ് അറിയെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാം, വർക്ക് പെർമിറ്റ് എടുക്കുക, അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും ബൾഗേറിയ പ്രശ്നമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്റേൺഷിപ്പിന് 1600 മണിക്കൂറുണ്ട്. ഇന്ത്യ ഡിമാൻഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഇന്റേൺഷിപ്പ് ടൈമും അതുപോലെ തന്നെ തിയറി ടൈം എല്ലാം യൂറോപ്പിലുണ്ട്. കാരണം EU ഡയറക്റ്റീവിന്റെ സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ആ വ്യത്യാസമുണ്ട്. ബൾഗേറിയയുടെ കാര്യം പറഞ്ഞു, സ്റ്റേ ബാക്കിന്റെ 9 month ഓപ്ഷൻ ഉള്ളത്. അതുപോലെ അൽബേനിയയിലും ജോർജിയയിലും ഒക്കെ നമുക്ക് സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉണ്ടോ? ശരിക്കും അങ്ങനെ ജോബ് സീക്കർ ഇല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് എല്ലാവർക്കും ഇത്ര സമയം കിട്ടും എന്ന് പറഞ്ഞ ഓപ്ഷൻ ജോർജിയയിലോ അല്ലെങ്കിൽ അൽബേനിയയിലോ ഒന്നുമില്ല. അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റൂല, ജോബ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതില്ല. അപ്പൊ സ്റ്റേ ബാക്ക് ഓപ്ഷൻ ശരിക്കും ബൾഗേറിയക്ക് മാത്രമേ ഉള്ളൂ. ഇതിൽ ബൾഗേറിയയിൽ എല്ലാവർക്കും 9 മാസം എന്തായാലും കിട്ടും. നമ്മളെല്ലാവരും എടുക്കണ്ടല്ലോ. അപ്പം അവിടുത്തെ സാലറീസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴോ, അവിടുത്തെ സാലറി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അൽബേനിയയിൽ ഒരു നേഴ്സായിട്ട് നമ്മളിപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ലൈസൻസ് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 400 to 700 euro ആണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ജോർജിയയിൽ വർക്ക് ചെയ്യണമെങ്കിലും ശരിക്കും ഇത് തന്നെയാണ്, ഒരു 400 to 700 euro ആണ് നമുക്കൊരു നേഴ്സിന് കിട്ടുക. ബൾഗേറിയയിലേക്ക് എത്തുന്ന സമയത്ത് ബൾഗേറിയയിൽ 700 to ഏകദേശം 1200 1800 വരെയൊക്കെ കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു ഏവറേജ് 700 to 1200 ആ റേഞ്ച്, 1100 ആ റേഞ്ചിലാണ് ബൾഗേറിയയിൽ ഉണ്ടാവുക. ഇവിടുത്തേക്ക് ലാംഗ്വേജസ് കമ്പയർ ചെയ്യുമ്പോഴോ എങ്ങനെയാണ്, എളുപ്പമാണോ പഠിക്കാൻ, അതോ അതിനായിട്ട് കുറേ എഫേർട്ട് ഇടേണ്ടി വരുമോ? അതായത് എല്ലാ രാജ്യത്തും ലാംഗ്വേജിന് എഫേർട്ട് ഇടണം. കാരണം നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ പോലെ അല്ലല്ലോ.
ഇപ്പൊ മെഡിസിൻ ആണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 3 വർഷം പ്രീ ക്ലിനിക്കലാണ്. ഇത് കഴിയുമ്പോഴേക്ക് നമ്മൾ ലാംഗ്വേജ് പഠിച്ചാൽ മതി. കാരണം ക്ലിനിക്കൽസിലേക്ക് പോകുമ്പോഴേക്ക് ലാംഗ്വേജ് അറിഞ്ഞാൽ മതി. നഴ്സിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് സെമസ്റ്റർ മുതൽ ക്ലിനിക്കൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഭാഷ അറിയാതെ ഒരു പേഷ്യന്റിനോട് എങ്ങനെയാ ചോദിക്കുക, നിങ്ങൾക്ക് വേദന ഉണ്ടോ, ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇപ്പൊ ഹിസ്റ്ററി ടേക്ക് ചെയ്യണമെങ്കിൽ അവരോട് സംസാരിക്കണ്ടേ. ഇതിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ഭാഷ അറിഞ്ഞിരിക്കണം. അപ്പൊ നഴ്സിംഗ് ക്ലിനിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് മെഡിസിനേക്കാളും പ്രയോറിറ്റി ഭാഷക്ക് നഴ്സിംഗിലുണ്ട്. അത് ജോർജിയ ആയിക്കോട്ടെ, അൽബേനിയ ആയിക്കോട്ടെ, ബൾഗേറിയ ആയിക്കോട്ടെ, ഈ 3 സ്ഥലത്തും അവരുടെ ലോക്കൽ ലാംഗ്വേജിലാണ് സാധാരണക്കാരെ സംസാരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ യങ് ആയിട്ടുള്ള ജനറേഷൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്നവരല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. ഏത് രാജ്യത്ത് പഠിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഇയർ മുതൽ നല്ല എഫേർട്ട് ഇട്ട് നമ്മൾ ഭാഷയ്ക്ക് പ്രയോറിറ്റി കൊടുക്കണം. അൽബേനിയയിലാണ് അൽബേനിയൻ ലാംഗ്വേജ്, ജോർജിയയിലാണ് ജോർജിയൻ ലാംഗ്വേജ്, ബൾഗേറിയയിലാണ് ബൾഗേറിയൻ ലാംഗ്വേജ്. അത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ PR ഓപ്ഷൻസ് ഉണ്ടോ നമുക്ക് സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻ? ഇപ്പം നമ്മൾ അൽബേനിയയിൽ ശരിക്കും നമുക്ക് ഇതുപോലെ ജോബൊക്കെ കിട്ടി, പെർമനന്റ് ജോബ് കിട്ടുകയാണെങ്കിൽ 5 വർഷം നമുക്ക് ജോബ് കിട്ടി അവിടെ 5 വർഷം നിൽക്കുകയാണെങ്കിൽ അവിടെ PR എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 5 വർഷം അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ. ഇതിലെ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ് കിട്ടി ഒരു ജോബ് കോൺട്രാക്റ്റിലേക്ക് കയറി വർക്ക് പെർമിറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ അത് പറ്റുവാണെങ്കിൽ 5 വർഷം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ PR എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ജോർജിയയിലാണെങ്കിൽ ജോർജിയയിൽ ഇന്ന് ഫിക്സഡ് ആയിട്ട് 5 വർഷം നിന്ന് കഴിഞ്ഞാൽ PR കിട്ടും എന്നുള്ള രീതിയിലില്ല. ഒരു ലോങ് ഡ്യൂറേഷനിൽ നിന്ന് കഴിഞ്ഞാൽ PRന് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതേപോലെ തന്നെ. പക്ഷേ വർക്ക് പെർമിറ്റിലേക്ക് മാറുക എന്നുള്ളതാണ് ജോർജിയയിലും ഒരു പ്രയാസമുള്ളത്. ഇനി ബൾഗേറിയയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ജോബ് സീക്കർ വിസയിൽ നിന്ന് ഒരു ജോബ് കണ്ടുപിടിച്ച് ഇവിടെ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ശേഷം 3 വർഷം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ PRന് എലിജിബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് PR കിട്ടിയതിനു ശേഷം ഒരു 5 വർഷം പിന്നെയും നമ്മളിവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ്, അതായത് ഇവിടുത്തെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. PR കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പം യൂറോപ്പിൽ തന്നെയായിരിക്കും. ഇവിടെ എങ്ങനെയാണ് പാർട്ട് ടൈം ജോബ്സ് ഒക്കെ അവൈലബിൾ ആണോ? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് പേയ്മെന്റ് വരിക? പാർട്ട് ടൈമേ ശരിക്കും അൽബേനിയയിലാണെങ്കിലും ജോർജിയയിലാണെങ്കിലും എല്ലാം പാർട്ട് ടൈം ഉണ്ട്. ഇപ്പോൾ അൽബേനിയയിൽ സാധാരണ കുട്ടികൾ നിൽക്കുന്ന ഈ മാളുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, പിന്നെ കഫേകളിലൊക്കെയാണ്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 300 to 400 യൂറോന്റെ അടുത്താണ് മന്ത്ലി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക. അതായത് നമ്മുടെ തരത്തിലെ ചെലവുകളെല്ലാം മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. വലിയ കുഴപ്പമില്ല. അതായത് ഭയങ്കര അവൈലബിൾ ആണ്. ഒരു മോഡറേറ്റ് പാർട്ട് ടൈം ഉണ്ട്. ജോർജിയയിൽ നോക്കുകയാണെങ്കിൽ ജോർജിയയിലെ ലാസ്റ്റ് റൂൾ ഉണ്ടായിരുന്നു, അതായത് ടാക്സി, ഡെലിവറി, അതേപോലെ തന്നെ ടൂറിസം, ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതിലൊക്കെ വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ വർക്ക് പെർമിറ്റ് വേണം. അപ്പോൾ ജോർജിയയിൽ നോക്കുന്ന സമയത്തും പാർട്ട് ടൈം ഇന്ന് ഇപ്പൊ എവല്യൂഷൻ അതേപോലുള്ള എന്തുണ്ട് ഗെയിമിംഗ് സെന്റേഴ്സ് ഉണ്ട്. റോൺ അറിയാലോ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ സെന്റേഴ്സിൽ വർക്ക് ചെയ്ത് ഏകദേശം ഒരു 300 to 500 യൂറോ അതിന്റെ റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോർജിയയിലും ഉണ്ടാക്കാൻ പറ്റും. ലിവിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി നമ്മൾ ബൾഗേറിയയിൽ നോക്കുകയാണെങ്കിൽ ബൾഗേറിയയിൽ കുട്ടികൾ പ്രധാനമായിട്ട് നിൽക്കുന്നത് പാർട്ട് ടൈം ചെയ്യണത് ഒന്ന് ഈ ഫുഡ് ചെയിനുകളിൽ KFC, McDonald's, രണ്ടാമത്തെ കോൾ സെന്ററുകളിൽ, മൂന്നാമത്തെ ഈ ഗെയിമിംഗ് സെന്റേഴ്സിലാണ്. എവല്യൂഷൻ പോലുള്ള ഗെയിമിംഗ് സെന്റേഴ്സ് ആണ് മന്ത്ലി സാലറിയാണ്. മന്ത്ലി ഓൾമോസ്റ്റ് നമുക്ക് 900 മുതൽ 1000 യൂറോ വരെയൊക്കെ കിട്ടും. അപ്പൊ എത്ര സമയം നമ്മൾ വർക്ക് ചെയ്യുന്നത് അനുസരിച്ചാണ് 4, 6, 8 മണിക്കൂർ കോൺട്രാക്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഹവർലി നോക്കുകയാണെങ്കിൽ അൽബേനിയ ആണെങ്കിൽ 2 to 4 യൂറോസ് പെർ അവർ ആണ്. ജോർജിയ ആണെങ്കിൽ ഇതേപോലെ തന്നെ 2 to 4 യൂറോസ് ആണ്. ബൾഗേറിയ ആണെങ്കിൽ 3 to 6 യൂറോസ് ആണ് പെർ അവർ ഉണ്ടാവുക. അപ്പോൾ മെക്ഡൊണാൾഡ്സിലൊക്കെ ആണെങ്കിൽ ബ്രോന് ഏകദേശം 5 യൂറോന്റെ അടുത്തല്ലേ കിട്ടിയത്. ആ ഒരു റേഞ്ചിലാണ് സാധാരണ മെക്ഡൊണാൾഡ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പാർട്ട് ടൈം സമയത്ത് കിട്ടുന്നുണ്ടാവുക. ഇതാണ് സാധാരണ ഒരു പാർട്ട് ടൈമിന്റെ രീതി. അപ്പോൾ ബൾഗേറിയ ആണെങ്കിൽ നമുക്ക് പാർട്ട് ടൈം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 500 to 700 യൂറോന്റെ ഉള്ളിലാണ്. പിന്നെ ബൾഗേറിയന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബൾഗേറിയയിലെ സോഫിയയിലാണ് കുട്ടികൾ എല്ലാവരും പഠിക്കാൻ വരുന്നത്. അപ്പോൾ സോഫിയ എന്ന് പറഞ്ഞ ക്യാപിറ്റലാണ്. ഇവിടെ അത്യാവശ്യം നല്ല പാർട്ട് ടൈം അവൈലബിൾ ആണ്. ഇപ്പോൾ ഗെയിമിംഗ് സെന്റേഴ്സിന് അറൈസ്, എവല്യൂഷൻ ഇതുപോലുള്ള ഗെയിമിംഗ് സെന്റേഴ്സ് ഉണ്ട്. ഇവർ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബോണസ് ആണ് എന്ത് ചെയ്യുന്നത്, ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുട്ടിയെ കൊടുക്കണം. അപ്പോൾ പാർട്ട് ടൈം അത്യാവശ്യം നല്ല അവൈലബിൾ ആണ്. അതിപ്പോ ജോർജിയയിൽ വലിയ കുഴപ്പമില്ല, എന്നാലും മോഡറേറ്റ് ആണ്. അൽബേനിയയിൽ ഒരു മോഡറേറ്റ് ആണ്. പിന്നെ ഇവിടുത്തെയൊക്കെ മലയാളി കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? ഇഷ്ടംപോലെ മലയാളി കുട്ടികളൊക്കെ ഉണ്ടോ? നമുക്ക് കൾച്ചറൽ ഇവന്റ്സോ ആക്ടിവിറ്റീസോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ടോ ഇവിടെയൊക്കെ? അതായത് ഇപ്പം അൽബേനിയ കമ്പയർ ചെയ്യുമ്പോൾ മലയാളീസ് പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയ മലയാളി കമ്മ്യൂണിറ്റിയാണ്, അത്ര വലിയ ഒരു വൈബ്രന്റ് മലയാളി കമ്മ്യൂണിറ്റി ഇല്ല. പക്ഷെ ജോർജിയ ഒരുപാട് കൊല്ലമായിട്ട്, അതായത് ഏകദേശം 2006 മുന്നേ തന്നെ കുട്ടികൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജിയയിൽ അത്യാവശ്യം നല്ല മലയാളികളുണ്ട്. ഏറ്റവും വൈബ്രന്റ്, നമ്മൾ ഈ 3 രാജ്യങ്ങളിലെ ഏറ്റവും വൈബ്രന്റ് കമ്മ്യൂണിറ്റി ജോർജിയയിലാണ്. ജോർജിയയിലെ മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് ആക്ടിവിറ്റീസ്. ഇപ്പൊ നൈറ്റ് 2 മണി, 3 മണി, 4 മണി വരെയൊക്കെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആണ്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടിനേക്കാൾ സൂപ്പർ ആയിരിക്കും ജോർജിയൊക്കെ. പക്ഷെ അൽബേനിയയും ബൾഗേറിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബൾഗേറിയയിലൊന്നും മലയാളി കമ്മ്യൂണിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈബ്രന്റ് മലയാളി കമ്മ്യൂണിറ്റി ഒന്നും ബൾഗേറിയയിലില്ല, അതുപോലെ തന്നെ അൽബേനിയയിലും ഇല്ല.
ഉള്ളത് ശരിക്കും അത് ജോർജിയയാണ്. ലൈഫ് നോക്കുമ്പോൾ സൂപ്പർ ഡ്യൂപ്പർ ആയത് നമ്മൾ നാട്ടിലെ കോളേജ് ലൈഫ് ഒക്കെ പറയുന്നില്ലേ, ഈ സാധനം ഉള്ളത് ജോർജിയയിലാണ്. അപ്പം ബ്രോയുടെ അഭിപ്രായത്തിൽ കൺട്രീസിലേക്ക് സ്റ്റുഡന്റ് ലൈഫ് എങ്ങനെ വരിക? അതായത് ഇപ്പം സ്റ്റുഡന്റ് ലൈഫ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ക്ലാസ്സുകൾ എല്ലായിടക്കും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ്. ക്ലാസ്സുകൾ ഒരു ഫിക്സഡ് സ്കെഡ്യൂൾ ഉണ്ടാവും, ഈ സ്കെഡ്യൂളിൽ ക്ലാസ്സുകൾ പോകും. അതിന് ശേഷമുള്ള പരിപാടികൾ, അതായത് ഇപ്പോൾ പ്രോഗ്രാംസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവും. അൽബേനിയ ആണെങ്കിലും ബൾഗേറിയ ആണെങ്കിലും വളരെ കുറവാണ്. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടീ ഷോപ്പുകളിൽ കുട്ടികൾ പോവുക, പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രണ്ട്സിന്റെ ഗാദറിംഗ് ഉണ്ടാവും. ഇതൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ കാരണം വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാവുമ്പോഴല്ലേ വലിയ സ്റ്റുഡന്റ് ലൈഫ് വരുന്നത്. അപ്പോൾ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ജോർജിയാണ്. ഇപ്പൊ ജോർജിയയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ആഴ്ചക്ക് പ്രോഗ്രാം ആയിരിക്കും, ചില്ലിങ് പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് സ്റ്റുഡന്റ് ലൈഫ് ഏറ്റവും സൂപ്പർ ജോർജിയാണ്. ബാക്കിയുള്ള രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ജോർജിയ. ഇതിൽ വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, ശരിക്കും ജോർജിയയിൽ പലരും നമ്മൾ ഒരു നഴ്സിംഗ് എടുക്കുന്ന സമയത്ത് നമ്മളെ കരിയറിനാണല്ലോ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്നത് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ എന്താ വെച്ചാൽ കോളേജ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, അതായത് നഴ്സിംഗിന്റെ കോളേജ് ചൂസ് ചെയ്യുന്നത് അവിടെ ഇത്ര പ്രോഗ്രാം ഉണ്ട് നോക്കിയിട്ടാണ്. ആ വർഷത്തിൽ സൂപ്പർ പ്രോഗ്രാം ഉണ്ടാ, പിന്നെ അത് അടിപൊളി കോളേജാണ്. നഴ്സിംഗ് നമ്മൾ നോക്കേണ്ടത് ശരിക്കും നമ്മുടെ ക്ലിനിക്കൽസ് എത്രമാത്രം കിട്ടുന്നത്, നമ്മളെ സർട്ടിഫിക്കറ്റിന് എത്രമാത്രം വാല്യൂ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് എത്രമാത്രം കരിയർ ഉണ്ട് എന്നല്ലേ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റുഡന്റ് ലൈഫ് ആവശ്യമാണ്, കാരണം നമുക്ക് ബോറടിച്ചിട്ടുള്ള ലൈഫ് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അതിന്റെ കൂടെ കരിയറും കൂടെ നോക്കാം. ഇവിടെ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണോ? ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുമോ, അതോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്കുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇന്ത്യൻ ഫുഡ് ശരിക്കും ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുഡ് അൽബേനിയയിലൊക്കെ ഇന്ത്യൻസ് അത്രമാത്രം എത്തിയിട്ടില്ല. ഒരു ഉണ്ട് എന്നാലും എന്തില്ല, അത്രമാത്രം വലുതായിട്ടുള്ള ഒരു ഇന്ത്യൻ ഫുഡിന്റെ ഒരു അവൈലബിലിറ്റി ഇല്ല. ബൾഗേറിയ സെയിം തന്നെയല്ലേ. ഇപ്പൊ ആകെ താജ്മഹൽ ഹോട്ടൽ, അതുപോലെ തന്നെ സഫ്രോൺ പോലുള്ള 1-2 ഹോട്ടലുകളിലുള്ളത് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതേപോലെ തന്നെ എന്താന്ന് വെച്ചാൽ അത്ര ടേസ്റ്റും ഇല്ല. പിന്നെ എന്താ വെച്ചാൽ അത്ര മാത്രം എന്തായിട്ടില്ല. ഇത് തന്നെയാണ് അൽബേനിയന്റെ അവസ്ഥ. എന്നാൽ ജോർജിയ ഇന്ത്യൻ ഫുഡിന്റെ ഒരു ചെയിൻ തന്നെ ഉണ്ട്. അതായത് ഇന്ത്യൻ ഹോട്ടലുകളുണ്ട്, ഇന്ത്യൻ ചായക്കടകളുണ്ട്, മലയാളി ചായക്കടകളുണ്ട്, പഴംപൊരി അടക്കമുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. അപ്പൊ അതായത് ഇന്ത്യൻ ഫുഡിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇപ്പൊ 10 ലാറി 15 ലാറിക്ക് എന്ത് ചെയ്യും, അതായത് ഏകദേശം 300, 350, 400 രൂപയ്ക്ക് അൽഫാമും പൊറോട്ടയും കിട്ടും, ബീഫും പൊറോട്ടയും കിട്ടും, ബിരിയാണി കിട്ടും, കോഴിക്കോടും ബിരിയാണി കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചുമ്പോൾ ഫുഡ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് എന്താ വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കാൻ നമ്മൾ ആലോചിക്കാൻ പറ്റുന്ന സാധനമല്ല. പക്ഷെ ജോർജിയയിൽ സ്ഥിരമായിട്ട് കുട്ടികൾ പുറത്തുനിന്ന് കഴിക്കുന്നതാണ്. അപ്പൊ ഫുഡ് വെച്ച് നോക്കുന്ന ജോർജിയ ആണ് ഏറ്റവും ബെറ്റർ. പിന്നെ എന്റെ ഉള്ള ഒരു ഡൗട്ട്, ഇവിടുത്തെ ലിവിംഗ് എക്സ്പെൻസസ് ആണ്. അപ്പാർട്ട്മെന്റും മന്ത്ലി എക്സ്പെൻസസ്, അതായത് ഗ്രോസറി കാര്യങ്ങളെല്ലാം കൂടെ കഴിഞ്ഞു പോകാൻ മിനിമം എത്ര വെച്ചിട്ടാവുമായിരിക്കും? അൽബേനിയയും ജോർജിയൊക്കെ ഓൾമോസ്റ്റ് സെയിം എക്സ്പെൻസ് തന്നെയാണ്. അതായത് അൽബേനിയയിൽ ഓൾമോസ്റ്റ് ഒരു 20,000 to 25,000 രൂപന്റെ ഉള്ളിലാണ് വരിക. ജോർജിയയിലും സെയിം തന്നെയാണ്, 20,000 to 25,000 രൂപന്റെ ഉള്ളിലാണ് അപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഫുഡൊക്കെ. ഇത് ഞാൻ പറയണത് എന്താ വെച്ചാൽ അധികം പുറത്തുനിന്ന് കഴിക്കാതെ നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്തൊക്കെ പിടിച്ച് ചെലവാക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ ഉണ്ടാവും. ബൾഗേറിയയിൽ എത്തുന്ന സമയത്ത് അതൊരു 30,000 to 35,000 രൂപന്റെ ഉള്ളിൽ വരും സോഫിയയിലെ. കാരണം സോഫിയ ക്യാപിറ്റൽ ആണ്. അപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ പറഞ്ഞാൽ ആ ഓപ്ഷനിലേ ഇല്ല. കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ടിലാണ് നിൽക്കുക. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 85 euro പ്ലസ് എന്താണെന്ന് വെച്ചാൽ ലിവിംഗ് എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു 20,000 താഴെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വരുള്ളൂ. അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം 300 to 350 euro അപ്പാർട്ട്മെന്റ് തന്നെ വന്നു. അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന സമയത്താണ് ഈ 30,000-35,000 വരുന്നത്. അപ്പൊ നമ്മൾ പാർട്ട് ടൈം ചെയ്തിട്ട് കിട്ടുന്നതിന് ഇതെന്ത് ചെയ്യും, മീറ്റ് ആയി പോകും. ഈ 3 രാജ്യങ്ങളുടെ ഫീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും അൽബേനിയയിൽ 4,000 euro മുതലാണ് ഫീസ്. ഇനി ജോർജിയയിൽ നോക്കുന്ന സമയത്ത് $3,300 മുതലുണ്ട്. ബൾഗേറിയ നോക്കുന്ന സമയത്ത് 3,500 euro മുതലുള്ള ഫീസ് ഉണ്ട്. ഇപ്പൊ അൽബേനിയയിലെ മെയിൻ യൂണിവേഴ്സിറ്റികളെല്ലാം ഓൾമോസ്റ്റ് 4,500 euros അടുത്താണ്. ജോർജിയയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ $4,000 അടുത്താണ്. ബൾഗേറിയയിൽ സോഫിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ 5,000 euro ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഫീസ് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് ജോർജിയയിലാണ്. ഇനി ലിവിംഗ് എക്സ്പെൻസ് നോക്കുന്ന സമയത്ത് ജോർജിയയിലാണെങ്കിലും അൽബേനിയയിലാണെങ്കിലും അപ്പാർട്ട്മെന്റ് എടുക്കേണ്ടതുകൊണ്ട് കുറച്ചൊരു കൂടുതലാണ്. എന്നാൽ ബൾഗേറിയയിൽ ഹോസ്റ്റലുള്ളതുകൊണ്ട് തന്നെ ലിവിംഗ് എക്സ്പെൻസ് കുറവാണ്, എന്നാൽ ഫീസ് കുറച്ചധികം കൂടുതലാണ്. ഇനി ഈ രാജ്യങ്ങളിലേക്ക് പഠിക്കാനുള്ള എലിജിബിലിറ്റി, അതായത് ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് അൽബേനിയയിൽ +2 ബയോളജി സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണെങ്കിൽ നമുക്ക് അൽബേനിയയിൽ നഴ്സിംഗ് ചെയ്യാൻ പറ്റും. ജോർജിയയുടെ കേസിൽ ജോർജിയയിൽ നമുക്ക് കൊമേഴ്സ് ആണെങ്കിലും ശരി, ബയോളജി സയൻസ് ആണെങ്കിലും ശരി, നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ ബൾഗേറിയയിലേക്ക് വരുമ്പോൾ ബൾഗേറിയയിൽ ബയോളജി കമ്പൽസറി ആണ്. അതായത് ബയോളജി നമ്മൾ കമ്പൽസറി ആയിട്ടും +2 പഠിച്ചിരിക്കണം. ഇനി ഏജ് ഗ്യാപ്പിന്റെ കേസിൽ ഈ 3 രാജ്യങ്ങളിലും ഏജ് ഗ്യാപ്പ് വലിയ പ്രശ്നമില്ല. നമുക്കിപ്പോൾ ഏജ് ഗ്യാപ്പ് ഉണ്ടെങ്കിലും നമുക്ക് വിസക്ക് വലിയ ഇഷ്യൂ ഇല്ല. ഇനി IELTS വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 രാജ്യങ്ങളിലും IELTSന്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യയിൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നുണ്ടും ഈ 3 രാജ്യങ്ങളിലും നമുക്ക് ഇംഗ്ലീഷ്, അതായത് IELTS വേണ്ട, നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. ഇനി നമ്മൾ വിസയുടെ കാര്യം നോക്കുന്ന സമയത്ത് അൽബേനിയ വിസ വലിയ പ്രശ്നമൊന്നുമില്ല, ഈസി ആയിട്ട് വിസ കിട്ടുന്ന രാജ്യമാണ്. വിസ റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ജോർജിയന്റെ കേസ് നോക്കുന്ന സമയത്തും നമ്മൾ വിസ റിജക്ഷനോ കാര്യങ്ങളോ വലിയ രീതിയിൽ എറിയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ആർക്കും വലിയ രീതിയിൽ വിസ റിജക്ഷൻ ഒന്നും ജോർജിയയിൽ കിട്ടാറില്ല. ഇനിയിപ്പോൾ നമ്മൾ ബൾഗേറിയയിൽ എത്തുന്ന സമയത്ത് ബൾഗേറിയ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, അതുപോലെ തന്നെ ഷെങ്കൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വിസ എന്താണെന്ന് വെച്ചാൽ 100% ആർക്കും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷെ എന്താ വെച്ചാൽ ബൾഗേറിയ കമ്പാരിറ്റീവ്ലി യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ വിസ സക്സസ് ഉള്ള രാജ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡിപ്പെൻഡന്റ്
ഡിപെൻഡന്റ് വിസ, അതായത് നമ്മുടെ കൂടെ പഠിക്കുന്ന സമയത്ത് വൈഫിനെ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലെല്ലാം ശരിക്കും ഫാമിലി റീയൂണിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ അൽബേനിയയിലാണെങ്കിൽ ശരി, ജോർജിയയിലാണെങ്കിൽ ശരി, ബൾഗേറിയയിലാണെങ്കിൽ ശരി, ഫാമിലി റീയൂണിയനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, വൈഫിനെ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പറ്റും, അവർക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പക്ഷേ ജോർജിയന്റെയും അൽബേനിയന്റെയും കേസ് നോക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് പോകുന്നതിന് അവിടെ പാർട്ട് ടൈം ചെയ്ത് നല്ലൊരു ഏണിംഗ്സ് ഉണ്ടാക്കാനാണ്. പക്ഷേ ഇവിടെ പാർട്ട് ടൈം ചെയ്ത് അത്രമാത്രം വലിയൊരു ഏണിംഗ്സ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ബൾഗേറിയ നോക്കുന്ന സമയത്ത് ബൾഗേറിയ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് സ്കിൽ, അതായത് ട്രക്ക് ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 1000 യൂറോന്റെ മുകളിൽ സാലറി കിട്ടുന്ന ഒരുപാട് ജോബുകളുണ്ട്. അപ്പോൾ ഡിപെൻഡന്റ് വിസയിൽ പോയി കഴിഞ്ഞാലും നല്ലതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലെല്ലാം ആദ്യം നമ്മൾ എന്ത് വെച്ചാൽ സ്റ്റുഡന്റ് അങ്ങോട്ടേക്ക് പോകണം. അവിടുത്തെ TRC കിട്ടിയതിന് ശേഷമാണ് ഡിപെൻഡന്റ് വിസയിൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഫാമിലി റീയൂണിയനിൽ നമ്മുടെ പാർട്ണർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. പാർട്ണർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റുഡന്റിന് ഇപ്പോൾ ജോർജിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റുഡന്റിന് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ബൾഗേറിയ നോക്കുകയാണെങ്കിൽ ബൾഗേറിയയിൽ പാർട്ണർക്ക് ഫുൾ ടൈമും അതുപോലെ തന്നെ സ്റ്റുഡന്റിന് 20 മണിക്കൂർ പെർ വീക്ക് എന്നുള്ള രീതിയിലാണ് സാധാരണ അലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും അൽബേനിയ, ജോർജിയ, ബൾഗേറിയ നഴ്സിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാനുള്ളത്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന മലയാളി സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള, കാരണം ഓരോ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, ഓരോ കൺട്രിക്കും അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ ഡിഗ്രിയുടെ വെബ്സൈറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഫോറിൻ ഡിഗ്രിയുടെ വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾ ഏത് രാജ്യത്താണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ രാജ്യം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ കാണാൻ പറ്റും. ആ യൂണിവേഴ്സിറ്റിയിലുള്ള മലയാളി സ്റ്റുഡൻസിനെ കാണാൻ പറ്റും. അവരോടൊരു കോൾ ബുക്ക് ചെയ്ത് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.